അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള ഗാലക്സി മീഡിയ പ്രേക്ഷകരെ, നാം നോമ്പ് പിടിച്ചു ഇരിക്കുന്നതായ സമയമാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകാര്യയോഗ്യമായി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നതായ വിഷയം, പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുകയാണ്, മനുഷ്യന്മാരെ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത്? പലപ്പോഴും നമുക്കെല്ലാം ഒരു സംശയം തോന്നാറുണ്ട്, എന്തിനാണ് നാം സൃഷ്ടിച്ചു വിട്ടത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അം ഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, എന്തിനാണ് മനുഷ്യവർഗത്തിനെ നാം സൃഷ്ടിച്ചത്? നാൽക്കാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും സുഖിച്ചും ജീവിക്കാൻ വേണ്ടിയാണോ മനുഷ്യനെ നാം സൃഷ്ടിച്ചു വിട്ടത്? പരിശുദ്ധമായ ഖുർആൻ അതിന് ഒരു ജവാബെന്ന രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തിനെയും ജിന്നുവർഗത്തിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ നാം പടച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ കലാമിൽ കൂടി അവിടെ നിന്ന് വ്യക്തമാക്കുകയാണ്. നാം ഒന്നറിയണം, റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് 5 വഖ്ത് നിസ്കാരം നമുക്ക് തന്നിരിക്കുകയാണ്. ആ നിസ്കാരത്തിനെ മുറ പോലെ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? 24 മണിക്കൂറിൽ നിന്ന് വെറും 25 മിനിറ്റ് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്നതായ നിസ്കാരത്തിൻ്റെ സമയം പോലും നാം അവിടെ നിന്ന് വിനിയോഗിക്കുന്നില്ല. 2 മണിക്കൂറും 3 മണിക്കൂറുമുള്ള സിനിമകൾ കാണാൻ നാം അവിടെ നിന്ന് വളരെയധികം ജാഗ്രതാകുലമായിരിക്കുകയാണ്. നാം ഒന്ന് ഓർക്കണം, നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, എൻ്റെ വിഭാഗം നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്നത് പല കോലത്തിലാണ്. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലുള്ളവരുണ്ട്, അതുപോലുള്ള പല രീതിയിലും കടന്നു വരുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല ആ സമയത്ത് എല്ലാവരുടെയും ഹിസാബ് എടുക്കുന്നൊരു സമയമുണ്ട് മഹ്ശറയിൽ. ആ മഹ്ശറയിൽ പട്ടിക്കും പന്നിക്കും അവിടെ നിന്ന് ഹിസാബ് എടുക്കുന്ന സമയത്ത് പട്ടി അവിടെ നിന്ന് അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ എന്ന് പട്ടി ഇവിടെ നിന്ന് പറയും. ആ സമയത്ത് മലക്കുകൾ ചോദിക്കും, അല്ല പട്ടിയെ, നീ എന്തിനാണ് റബ്ബിനെ സ്തുതിക്കുന്നത്? ആ പട്ടി പറയും, എന്നെ വിശ്വാസിയായ ഒരു മനുഷ്യന്മാരും തൊടുകയില്ല, പക്ഷേ തൊട്ടാലും 7 വെള്ളത്തിൽ കഴുകണമെന്നുണ്ട്. പക്ഷേ നീ എന്നെ പന്നിയെ പോലെ ആക്കിയില്ലല്ലോ റബ്ബേ എന്ന് ആ പട്ടി അവിടെ നിന്ന് സ്തുതിക്കുന്നതാണ്. ആ പട്ടിയുടെ ഹിസാബ്, ആ പട്ടി അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ നിന്ന് പന്നി വരികയാണ്. പന്നി വരുന്നതായ സമയത്ത് പന്നിയും അവിടെ നിന്ന് അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പോൾ മലക്കുകൾ ചോദിക്കും, എന്തിനാണ് പന്നിയെ നീ എന്തിനാണ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ പന്നി അവിടെ നിന്ന് പറയുകയാണ്, നീ എന്നെ വളരെയധികം മോശപ്പെട്ട ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ വിസർജ്യ വസ്തുക്കളും അതുപോലുള്ളതായ മോശപ്പെട്ട ആഹാരങ്ങളാണ് ഞാൻ ഭക്ഷിച്ചിരുന്നത്. പക്ഷേ നീ സ്തുതിക്കാൻ പറഞ്ഞിട്ട്, നിന്നെ സ്തുതിക്കാൻ പറഞ്ഞിട്ട് സ്തുതിക്കാത്തതായ, നീ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കാത്തതായ ഒരു മനുഷ്യനെ പോലെ ആക്കിയില്ലല്ലോ റബ്ബേ, അത്രമേൽ എന്നെ തരം താഴ്ത്തിയല്ലോ റബ്ബേ എന്ന് ആ പന്നി അവിടെ നിന്ന് പറയുന്നുവെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നാം ഒന്ന് ഓർക്കണം, മനുഷ്യൻ ഉയർന്നാൽ അവൻ മലക്കിനേക്കാളും ഉയരുമെന്നാണ്, അവൻ താഴ്ന്നാൽ പട്ടിയെയും പന്നിയേക്കാളും താന്നു പോകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടുകയാണ്. 5 വഖ്ത് നിസ്കാരം നമ്മുടെ മുറ പോലെ നിസ്കരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ നിസ്കാരത്തിനെ കുറിച്ചാണ് നാളെ ഖബറിൽ 1ാമത്തെ ശിക്ഷയെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ മനുഷ്യ, നിനക്കൊരാൾ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപകാരം ചെയ്ത മനുഷ്യനോട് നമുക്ക് വല്ലാത്തൊരു ബഹുമാനമാണ്. വളരെയധികം കഷ്ടപ്പാടിലും ദുരിതത്തിലായി നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ ആ മനുഷ്യനോട് നിനക്ക് വല്ലാത്ത കടമയും കടപ്പാടുമാണ്, ഒരു സ്നേഹം, വല്ലാത്ത വാത്സല്യമുണ്ട്. പക്ഷേ നിന്നെ എല്ലാ സമയത്തും രക്ഷിക്കുന്നതും നിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതായ റബ്ബ് സുബ്ഹാനഹു തആല നീ എന്തുകൊണ്ട് നീ സ്തുതിക്കുന്നില്ല? നീ എന്തുകൊണ്ട് റബ്ബിനെ നീ ആരാധിക്കുന്നില്ല? റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.
റമദാൻ മാസത്തിൽ നാം നിസ്കരിക്കുമെങ്കിലും ഈ റമദാൻ മാസം പടിയിറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാം എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല? ഇതെല്ലാം കൽബിൻ്റെതായ ഒരു പ്രകാശമായി കയറുന്നില്ല. ജസദിൻ്റെതായ ശരീരത്തിൻ്റെതായ ഒരു പ്രഹസനം മാത്രമാണ് റമദാനിൽ നാം കാണിച്ചു കൂട്ടുന്നത്. റമദാനിൽ നാം കൃത്യമായി സുബൈക്ക് നിസ്കരിക്കാൻ ജമാഅത്തായി വരുന്നവരുണ്ട്, ലോഹറിന് വരുന്നവരുണ്ട്, ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ നിസ്കാരം ഷഹ്റു റമദാൻ കഴിഞ്ഞു പോയതിന് ശേഷം നിസ്കാരത്തിൽ സുബൈക്ക് എത്ര പേര് പള്ളിയിലുണ്ട്? എത്ര പേര് ലോഹറിനുണ്ട്, അസറിനുണ്ട്? എത്ര പേരാണ് മഗ്‌രിബിനുള്ളത്? എത്ര പേരാണ് നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നത്? ഇതെല്ലാം ഒരു പ്രഹസനം മാത്രമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ഇതൊന്നും ശരീരം അറിയുന്നില്ല, നമ്മുടെ റൂഹും ജസദും അറിയുന്നില്ല നാം ഈ റമദാനിൽ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഇനി വരാനുള്ള മാസങ്ങളിലെല്ലാം നാം അതുപോലെ ആവർത്തിച്ചു പോകുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ രൂപത്തിൽ നിസ്കാരത്തിനെയും അവൻ പറഞ്ഞ രൂപത്തിലുള്ള ഇബാദത്തുകളെയും ചെയ്തുകൊണ്ട് നാളെ മഹ്ശറയിൽ വളരെയധികം ഉന്നതി നേടുന്നതായ സ്വർഗത്തിലെത്തുന്നതായ ഒരു കൂട്ടരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.